ഹരേ കൃഷ്ണ. ധ്യാനിക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ആരുമില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഭഗവാന് മുന്നിൽ വിളക്ക് വെച്ച് കണ്ണടച്ച് ഇരിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്യാം. മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കടന്നു വരാതെ നോക്കണം. അതിനായി നമുക്ക് ഭഗവാനെ മനസ്സിൽ കാണാം. എളുപ്പമൊന്നും പറ്റില്ല, പക്ഷേ നിരന്തര പരിശ്രമം കൊണ്ട് പറ്റും കേട്ടോ. ഭഗവാനെ മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ പാദം മാത്രമോ, അല്ലെങ്കിൽ ഭഗവാന്റെ മഞ്ഞപ്പട്ടോ, അരയിലെ കിങ്ങിണിയോ മയിൽപീലിയോ, അതിസുന്ദരമായി അഴകോടെ കോതി മിനുക്കി കെട്ടിയ മുത്തുമാലയും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച മുടിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക. അതായത് മനസ്സ് മാറിപ്പോവാതെ ആ രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുക. അതാണ് വേണ്ടത്. പതുക്കെ നമ്മൾ ഭഗവാനിൽ ലയിക്കാൻ തുടങ്ങും. ചുറ്റുമുള്ളതെല്ലാം മറക്കും. പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ ഒന്നും പിന്നെ നമ്മൾ കേൾക്കില്ല. ഒരാത്മനിർവൃതി അനുഭവിച്ചറിയാൻ പറ്റും. കണ്ണിൽ കൂടി കണ്ണീർ ധാരധാരയായി ഒഴുകും. ശരീരമാകെ കോരിത്തരിക്കും. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനുഭവം? ധാരാളം ഭക്തരും മഹാത്മാക്കളും ഒക്കെ അനുഭവിക്കുന്നൊരു അനുഭൂതിയാണിത്. നിങ്ങളുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഭഗവാന്റെ താമരയിതൾ പോലെയുള്ള കൈകൾ നീട്ടി നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കും. അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ കൈ ശ്രദ്ധിക്കണം. കരിനീല വർണ്ണത്തോടു കൂടിയ കയ്യിൽ രത്നങ്ങൾ പതിച്ച തോൾവളകൾ, മിന്നിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച വളകളും, മിനുമിനുത്ത വിരലുകളിൽ രത്നമോതിരങ്ങളും, ഇളം ചുവപ്പാർന്ന മനോഹരമായ നഖങ്ങളും. കണ്ണൻ്റെ ഉള്ളംകൈ താമരയിതളിൻ്റെ പിങ്ക് നിറമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ കൈകൾ വെച്ച് നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുമ്പോൾ കൃഷ്ണൻ്റെ കയ്യിൽ ചാർത്തിയ വളകളുടെ കിലുക്കം നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് ആർദ്രതയോടെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കും. നിങ്ങളെ നോക്കുന്ന കണ്ണുകൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? കറുത്ത് മിന്നുന്ന അഴകാർന്ന പീലിയോട് കൂടി നല്ല ചെന്താമരപ്പൂവിൻ്റെ ഇല പോലെ വിശാലമായ കണ്ണുകൾ, നക്ഷത്രങ്ങൾ തിളങ്ങുന്ന കൃഷ്ണമണികളോട് കൂടിയ ഈ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്ന കാരുണ്യത്തോടെയുള്ള കണ്ണുകളെ കൊണ്ട് നിങ്ങളെ നോക്കും. എന്നിട്ട് പറയും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെയെന്ന്. എല്ലാ പ്രശ്നങ്ങളും എന്നിൽ സമർപ്പിക്കൂ എന്ന്. ഞാൻ എല്ലാം നോക്കിക്കോളാമെന്ന്. ഈ ധ്യാനത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ വല്ലാത്തൊരു എനർജി അനുഭവിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഒന്നു മാത്രം. ലോകവ്യവഹാരങ്ങളിൽപ്പെട്ട് നമ്മുടെ മനസ്സ് പിന്നെയും പല വഴിക്കും പോവും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നാമം ജപിക്കുക. എപ്പോഴും ഭഗവാനെ മനസ്സിൽ കാണുക. എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് സമാധാനിക്കുക. സിനിമ കണ്ടിട്ടില്ലേ? അതിലെ പിന്നണി പ്രവർത്തകർ അഭിനേതാക്കളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് പോലെ നമ്മുടെ മുജ്ജന്മ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളും ഭൂമിയിൽ വന്ന് നമ്മുടെ ഭാഗം അഭിനയിച്ച് തീർക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായാലോ, കാര്യങ്ങൾ ഒന്നുകൂടി ഈസിയാവും. ഓരോ ദിവസവും നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത്ര നാമം ജപിക്കുക. അതുമാത്രമാണ് നമ്മുടെ സ്വത്ത്. ഈ ഭൂമിയിലുള്ള മറ്റു എല്ലാത്തിനേക്കാളും ഏറെ മൂല്യമുണ്ട് ഈ നാമജപത്തിന്. മറ്റൊന്നും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഈ നാമജപത്തിൻ്റെ പുണ്യം അതുമാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. അതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ഇരുന്ന് ജപിക്കാമെന്ന് വിചാരിക്കരുത്. ചെയ്യുന്ന ജോലിയുടെ കൂടെ ജപിക്കുക. ജപിച്ചുകൊണ്ട് ജോലി ചെയ്യുക. ചെയ്തു നോക്കൂ, മാറ്റം മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.